ഇത് നല്ല ക്ലീൻ ആക്കി വെച്ച അയലമയുണ്ട്. അത് വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഒരു കറി വെച്ച് നോക്കിയാലോ. സാധാ ഞാൻ കറി വെച്ച ടേസ്റ്റ് ഉണ്ടാവില്ല, അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉലുവയും ചേർത്ത് ഈ കട്ട് ചെയ്ത് വെച്ച ഐറ്റംസ് ഒക്കെ അതിലേക്കുള്ളത് കേട്ടോ. ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഞാൻ ചേർത്തില്ല. പിന്നെ ഇതെല്ലാം ചട്ടിയിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മൂടി വെച്ചാൽ ഇത് അങ്ങ് സോഫ്റ്റ് ആയി വരും കേട്ടോ. ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ അതൊന്ന് സോഫ്റ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർക്കുക. പിന്നെ ഞാൻ ഇതിലിട്ടത് കൊടംപുളി ആട്ടോ. അപ്പോൾ ചെറിയ 2 കൊടംപുളിയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്ന് തിളച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ വൃത്തിയാക്കി വെച്ച അയലമീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. അയലമീൻ ചേർത്ത് അയലമീൻ ഒന്ന് തിളച്ച് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ ടേസ്റ്റിയായ നല്ല അയലക്കറി ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.